വല്ലതും പറ്റിയായിരുന്നെങ്കിൽ തനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഏത് സൈഡ് കയറി വന്നാലും ഓഫ് ചെയ്തിട്ട് താൻ സംസാരിച്ചാൽ മതി. ഇല്ല അത് ഞാൻ എടുത്തല്ലോ. ഇങ്ങനെയാണ് വണ്ടി നോക്കി എടുത്തോണ്ട് വരുന്നത്. ഇതാണ് തന്റെ സൈഡ്. ഞാൻ ഓവർ സ്പീഡാ. ഞാൻ ഓവർ സ്പീഡാണ്. താന് പിടിച്ച ആകാശം കണ്ടാണല്ലോ. ഞാൻ ചേട്ടൻ പറയട്ടെ സംസാരിക്കല്ലേ. ഞാൻ ആ ചാക്കറ്റിൽ കാലി എടുത്തോണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. നീ പറയലടാ, നീ അവിടുന്ന് വണ്ടി തെറ്റിച്ചാ കൊണ്ടുവന്നത്. ഞാനാ? നീ റോങ് സൈഡ് വണ്ടി കൊണ്ട് ചിലപ്പോ നിങ്ങളുടെ നാടായിരിക്കും തിന്നവിട് കാണിക്കാം. ഐ ഹാവ് ഓൾ മൈ പേപ്പേഴ്സ് വിത്ത് മീ. നമുക്ക് നമുക്ക് കേസിന് പോവാം. നീ മര്യാദ നീ അവിടുന്ന് ഓടിച്ചു വരുന്നു. ചേട്ടാ ഇവിടെ ഞാൻ മര്യാദക്ക് ബൈക്ക് ഓടിച്ചോണ്ടും ഇവൻ മൊബൈൽ വിളിക്കും. ഞാൻ കണ്ടായിരുന്നു. ആര് കണ്ടെന്നാ പറയണത്? ഞാൻ അവിടെ കണ്ടോണ്ടിരിക്കുന്നു. അല്ല മോൻ ഇച്ചിരി ഓവർ സ്പീഡ് ആയിരുന്നു. അല്ല നമ്മളൊരു വളവൊക്കെ വരുമ്പോ ഈ പുള്ളി ഓണടിച്ചോണ്ടാണ് വന്നത്. മോൻ ഓണടിക്കാതെ സിഗ്നലിട്ടില്ലെന്ന് ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കില്ല. ഞാൻ കടയിൽ കണ്ടോണ്ടിരിക്കല്ലേ. ഞാൻ കടയിൽ അവൻ അവിടെ നിന്ന് വരുന്നു. ഇവൻ ഓണടിച്ചു. ഇവൻ എന്നാ ഓണടിച്ച എന്താ പ്രശ്നം? സിഗ്നലിട്ടിന് ഓണടിക്കുന്നതിനാണ്. സിഗ്നൽ അടിക്കുന്ന വളം വന്നു കഴിഞ്ഞാൽ ഇവനോട് ഓണടിച്ചു പോകാൻ നമുക്ക് ഇൻഷുറൻസ് ഉള്ളതാണ്. പറയുന്നത് വലിയ കാര്യമുള്ള കാര്യമാണ്. അയ്യോ എടാ, നമ്മൾ ആർക്ക് വേണ്ടിയാണ് തല്ല് പിടിച്ചത്? എടാ നമ്മൾ ആ 2 വണ്ടി ഇടിച്ചതിന്റെ പേരിലല്ലേ തല്ല് പിടിച്ചത്. എന്നിട്ട് അവന്മാർ എന്തിയാടാ? അവന്മാര് പറഞ്ഞ പോലെ പോയല്ലോ. എടാ ഇതാണ് പറഞ്ഞത്, ആരെങ്കിലും വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ കാരണ സഹിതം എന്താന്ന് അറിഞ്ഞിട്ടേ പോയി ഇടപെടാളൂ കേട്ടോ. ഇനി ഞാൻ എന്റെ ജന്മത്ത് പോകില്ല. എന്ത് പറ്റിയേട്ടാ? വണ്ടി ഇടിച്ചത് വണ്ടി ഇടിച്ച് എന്നാ പറ്റിയ? എന്താ പറ്റിയ? വണ്ടി ഇടിച്ചു തന്നെയാ. കണ്ടു നിന്നവനെ ആശ്രയി കൊണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കസേര കിടന്ന് ഉറങ്ങുന്നടാ. ഇടിച്ച് നിന്റെ പൊട്ടും പഴം നടക്കാം. ഡിപ്പാർട്ട്മെന്റ് കസേരക്ക് നീ ഉറങ്ങ വിടാ. നീ ബോറടിച്ചോണ്ട് കേറിയിരുന്നാ സാറേ. ബോറടിക്കാൻ പറ്റിയ കസേരയാന്നോടാ ഇത്. ബോറടിക്കുന്ന കാര്യം പറയപ്പോ എനിക്ക് ബോറടിക്കുന്നത്. ആദ്യം ഒരു പാട്ടോട് പാടിയ. ഏത് പാട്ട്? ഏത് പാട്ടാണ് എന്റെ അടുത്ത്? നീ ഏത് പാട്ട് ചോദിക്കോടാ? കലാഭവന്റെ നാടൻ പാട്ട് പാടാ. കലാഭവനി നാടൻ പാട്ടോ? ശരി, ഞാൻ പാട്ട് പാടാം. നാളെ പഠിക്കോ? താളമൊക്കെ അടിക്കാം. വേറെ കാര്യം എസ് വരുന്നതിന് മുമ്പ് നീ പാടണം. ഓക്കെ, റെഡി. 1 2 3 4. പരുത്തന്റെ പമ്മളിച്ച് ചാടിയന്റെ കമ്പേ, പിന്നെ പരുത്തമ്മ തിന്നടുക്ക കിട്ടിയ കമ്പേ, ആ പരുത്തന്റെ പമ്മളിച്ച് ചാടിയന്റെ കമ്പേ. എടാ വരത്തിന്റെ പൊളിച്ചാടിയെങ്കിലും തങ്കമ്മ ഇപ്പോഴും എന്റെ കൂടെ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ. മറിക്കണം അങ്ങോട്ട്. PC. എന്ത്
ഒരു എസ് എല്ലാം കയ്യോങ്ങുന്നു റാസ്കൽ. നാണമില്ലല്ലോ എനിക്ക്. 10-25 വർഷമായല്ലോ ഡിപ്പാർട്ട്മെന്റിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഇങ്ങനെയാണോ സൊല്യൂഷൻ അടിക്കുന്നത്? സൊല്യൂഷൻ അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അടിക്കണം കേട്ടോ. ഇങ്ങനെ വേണം സൊല്യൂഷൻ അടിക്കാൻ. ഇതിനിടെ കൂടെ പ്രതികളെയൊക്കെ കാണണം. ആ PC, ഞാൻ ഇന്ന് പത്രം വായിച്ചില്ല. താൻ ആ പത്രം ഒന്ന് വായിച്ചേ. എന്റെ പൊന്നു സാറേ, എനിക്ക് ഭയങ്കര പല്ലുവേദനയാ. എന്തുവാടോ ഈ പറയുന്നത്? ഇവിടെ സ്കൂളിൽ വിട്ട് നേരത്തെ സ്കൂളിൽ പോണ വരുന്നത് കണ്ടത് എങ്കിലും മാവിലേക്ക് എറിഞ്ഞ് നടന്നാലൊക്കെ ഇനിയിപ്പോ എന്ത് ചെയ്യൂ? നമുക്ക് ഇവരെ കൊണ്ട് വായിപ്പിച്ചാൽ ഇങ്ങോട്ട് മാറി നിൽക്കണം. വായിക്കട പത്രം. വായിക്കണോട്ടെ. ആഹാ, പോലീസ് സ്റ്റേഷനിൽ വന്ന് പണിയില്ല നിൽക്കണം. വായിക്കട അങ്ങോട്ട്. സാർ, ബോംബെയിൽ ബോംബ് സ്ഫോടനം. പ്രതി മലയാളി എന്ന് സംശയിക്കുന്നു. ബോംബെയിൽ ബോംബ് സ്ഫോടനം. പ്രതി മലയാളി എന്ന് സംശയം. ഇവൻ സംസാരിച്ച ഭാഷ എന്തുവാടോ? മലയാളം. ഈ ബോംബെ കൊണ്ട് ബോംബ് കൊയ്യോ റാസ്കലിൽ സത്യപ്പെടാ അഞ്ചിട കൊണ്ടുപോയി അടുത്ത വായിക്കട അങ്ങോട്ട്. 3 പേരെ കുത്തി മുറിവേലി പാച്ചു. 3 പേരെ കുത്തി മുറിവേലി പാച്ചു. എവിടെ? അവന്റെ ഫോട്ടോ ഉണ്ടോ പത്രത്തിൽ? എവിടെ നോക്കട്ടെ. എന്താണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? 3 പേരെ കുത്തി മുറിവേലി പാച്ചു. ഇവിടെ അങ്ങനാണോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? 3 പേരെ കുത്തി മുറിവേൽപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ വന്ന് പോലീസുകാരോട് കള്ളം പറയുമോ? പോലീസുകാരോട് കള്ളം പറയുമോ? പോലീസുകാരെ വഴിതെറ്റിക്കുമോ? വഴിതെറ്റിക്കുമോ? ഹലോ ഹലോ, ഫയർ സ്റ്റേഷനാണോ? അല്ലല്ല, പോലീസ് സ്റ്റേഷൻ ആണല്ലോ. പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് ഫയർ സ്റ്റേഷൻ നോക്കി ആരാണത്? സാറേ, ഇവിടെ ഭയങ്കര തീപിടുത്തം. തീപിടുത്തമോ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഫയർ സ്റ്റേഷനോട്ട് വിളിച്ചു പറയാം. പിന്നെ വേറൊരു കാര്യം, അവര് വരുന്നത് വരെ തീയടയാന്ന് നോക്കണം. എന്തെങ്കിലുമൊക്കെ മാറിയിട്ടൊക്കെ കത്തിച്ചോ. എന്താണോ ഇവൻ ചെയ്ത കുറ്റം? സാർ, ഇവൻ 3 മാസം പ്രായമുള്ള കുട്ടിയെ. 3 മാസം പ്രായമുള്ള കുട്ടിയെ നീ എന്താടാ ചെയ്തത്? അയ്യോ, ഞാനൊന്നും ചെയ്തില്ല. സത്യം പറയടാ, 3 മാസം പ്രായമുള്ള കുട്ടിയെ നീ എന്താടാ ചെയ്തത്? അമ്മച്ചാടെ ഒന്നും ചെയ്തില്ല സാറേ. ഇവനൊന്നും ചെയ്തില്ലെന്നാണല്ലോ പറയുന്നത്. സാറേ, 3 മാസം പ്രായമുള്ള പെൺകുട്ടിയായി. എന്റെ ദൈവമേ, 3 മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ നീ എന്താടാ ചെയ്തത്? അയ്യോ, ചുമ്മാതാ സാറേ, ചുമ്മാതാ. എടാ സാമദ്രോഹി, നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ പറ്റുമോ? ഞാനും നോക്കട്ടെ. വേണ്ട. വേണം. വേണ്ട. വേണം. നോവണമല്ലോ. നോവാനാണല്ലോ. നോവണ്ടല്ലോ. എന്റെ പൊന്നു സാറേ, ഇയാളെന്തിനാ എന്നെ തല്ലിട്ട് പോണേ? എടാ, അത് ഇവിടുത്തെ റൈറ്ററാ. വേനാതളിയാത്തിട്ട് ദേഷ്യം തീർത്തിട്ട് പോയതാ. പിന്നെ എവിടെ നടപ്പൊക്കിയത്? സാർ, ഞാൻ ഇന്നലെ തങ്കമ്മനെ വിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയപ്പോഴേ, അല്ല നൈറ്റ് പെട്രോളിങ്ങിന് പോയപ്പോ ഇവൻ സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് വരുന്നത്. ആണോടാ? നീ ഇന്നലെ സിനിമയ്ക്ക് പോയോ? സിനിമയ്ക്ക് പോയി. മോൻ ഇന്നലെ സിനിമയ്ക്ക് പോയി? സിനിമയ്ക്ക് പോയി. ആട്ടെ, ഏത് സിനിമയ്ക്കാ പോയത്? കിളിപ്പച്ച് കേൾക്കവാ. കളിപ്പിച്ചാച്ച് പോകാന്ന്? പോലീസുകാരെ കളിപ്പിച്ചാച്ച് പോടാ നീ. തമിഴ് സിനിമ കിളിപ്പച്ച് കേൾക്കവാ. ആഹാ, തമിഴ് സിനിമ കിളിപ്പച്ച് കേൾക്കവാണാണോ പോയത്? ആട്ടെ, എന്താ നിന്റെ പേര്? എന്റെ പേര് സുരേഷ്. എന്റെ പേര് എന്നാ? എന്റെ പേര് അയ്യപ്പൻ. പോലീസുകാരോട് കുശലം ചോദിക്കുന്നോടാ? പോലീസുകാരോട് കുശലം ചോദിക്കുമോ? നിന്റെ കളിക്കൂട്ടുകാരനാണോ ഞാൻ? യൂണിഫോമിനെ ബഹുമാനിക്കണ്ടേ? ബഹുമാനിക്കണ്ടേ? ഹലോ ഹലോ, SI ഒന്ന് കൊടുക്കുമോ? എന്റെ പൊന്നെ, SI എങ്ങനെ കൊടുക്കുന്നത്? ഇവിടെ ഒരു പ്രതി അവന് വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. അയ്യോ, SI ഫോണൊന്ന് കൊടുക്കുമോന്ന്? ഓ, ഫോൺ കൊടുക്കാൻ. സാറ് വീട്ടിൽ നിന്ന് അമ്മായിയപ്പനാന്താ തോന്നുന്നത് കേട്ടോ. രാവിലെ വീടി പിടിച്ചോട്ടിയല്ലാന്ന് പറഞ്ഞത്. ഹലോ ഹലോ, SI ആണോ? അതെ, SI ആണല്ലോ. സാറേ, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ 16 നമ്പർ വീട്ടിൽ കള്ളം കയറി. എന്നിട്ട് വീട് മൊത്തം ജനം പൊതിയിരിക്കുകയാണ്. നിങ്ങൾ വീട് മൊത്തം പൊതിയാണെന്നുള്ള യാതൊരു കാരണവശാലും ഈ കള്ളനെ പുറത്തോട്ട് വിടരുത്. ആട്ടെ, ഇതാരെ സംസാരിക്കുന്നത്? വീടിന്റെ ഓണറാണോ? അല്ലല്ല. പിന്നെ ആ വീട്ടിനകത്ത് കയറി കള്ളനാ. ഒരു പറ്റാലും പോലീസുമായിട്ട് വന്നില്ലേ എന്നെ തല്ലി കൊന്നുകളെ.